ഹായ് ഹലോ ഫ്രണ്ട്സ്. 2022 കാമുകന് കഷായത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു എളുപ്പത്തിന് കഷായം ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. 2025 ജനുവരി 20 ഈ കഷായം ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര കോടതി വധശിക്ഷ വിധിക്കുകയുണ്ടായി. എന്തിനാണ് ഗ്രീഷ്മ കാമുകനെ കൊലപ്പെടുത്തിയത്? എന്തിനാണ് കോടതി വധശിക്ഷ ഏർപ്പെടുത്തിയത്? ഇതിനുള്ള കാരണം എന്ത് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്താലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ, ഇറ്റ്സ് മീ ഷാരിക. ഗ്രീഷ്മയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തമിഴ്നാടാണ്. കാരണം ഗ്രീഷ്മ മലയാളമാണ് പഠിക്കുന്നത്, മലയാളം സംസാരിക്കും എന്നൊക്കെ ഉണ്ടെങ്കിലും ഗ്രീഷ്മ ശരിക്കും ഒരു തമിഴ്നാട്ടുകാരിയാണ്. അതായത് തിരുവനന്തപുരത്ത് തമിഴ്നാട് ബോർഡറുമായിട്ടാണ് ഇവരുടെ വീടെന്ന് പറയുന്നത്. ഷാരോണും ആ ഒരു പ്രദേശത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. ഇവർ ഇരുവരും തമിഴ്നാട്ടിലാണ് പഠിച്ചിരുന്നതും. അതായത് ഡിഗ്രി പഠിച്ചിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു. ഗ്രീഷ്മ പഠിച്ചിരുന്നത് തമിഴ്നാട്ടിലെ തന്നെ അഴകിയ മണ്ഡപം എന്ന് പറയുന്ന ഒരു മുസ്ലിം ആർട്സ് കോളേജിലായിരുന്നു ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നത്. ഷാരോൺ ആണെങ്കിൽ നെയ്യന്നൂർ, അതായത് നെയ്യന്നൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ തന്നെ ഒരു ക്രിസ്ത്യൻ കോളേജിലുമാണ് ഡിഗ്രി പഠിച്ചിരുന്നത്. ഇരുവരും കണ്ടുമുട്ടിയിരുന്നത് ബസ് സ്റ്റോപ്പുകളിൽ വെച്ചായിരുന്നു. ഒരുപാട് നാളത്തെ കണ്ടുമുട്ടലായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അവർ കുറേ നാളുകൾക്ക് ശേഷം പരസ്പരം പ്രണയിക്കാൻ തുടങ്ങി. ഒരുപാട് നാൾ 1 ഇയറോളം അവരുടെ ആ ഒരു പ്രണയബന്ധം നല്ല രീതിയിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയിൽ വെച്ചാണ് ഗ്രീഷ്മയ്ക്ക് ഷാരോണിനെ വേണ്ട എന്ന് തോന്നുന്നത്. ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗ്രീഷ്മയ്ക്ക് ഒരു ആർമി ഉദ്യോഗസ്ഥനുമായുള്ള ഒരു വിവാഹ ആലോചന വന്നു എന്നുള്ളതാണ്. ഷാരോണിനേക്കാളും എന്തുകൊണ്ടും മികച്ച ഒരു വ്യക്തി എന്ന് ഗ്രീഷ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാകും. നല്ല ജോബ്, നല്ല വെൽ സെറ്റിൽഡ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാകാം. അങ്ങനെയാണ് ഗ്രീഷ്മ ഷാരോണിനെ ഏതെങ്കിലും വിധേന ഒഴിവാക്കണം എന്ന് ചിന്തിക്കുന്നത്. പല വഴികൾ നോക്കിയിട്ടും ഷാരോൺ ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ലായിരുന്നു. വെറുപ്പിക്കുന്ന പല വഴികൾ നോക്കിയിട്ടും ഷാരോൺ ഒഴിഞ്ഞു പോകില്ല എന്ന് കരുതിയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്താം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നത്. പക്ഷേ അപ്പോഴും ഗ്രീഷ്മയുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എങ്ങാനും ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥനെ ഗ്രീഷ്മ കല്യാണം കഴിച്ചു എന്ന് കഴിഞ്ഞാൽ ഷാരോണിൻ്റെ കയ്യിൽ ഗ്രീഷ്മയുടെ പേഴ്സണൽ ഫോട്ടോസ്, അതായത് ഗ്രീഷ്മയും ഷാരോണും തമ്മിലുള്ള പേഴ്സണൽ ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം കല്യാണശേഷം ഒരു ദേഷ്യത്തിന് ഭർത്താവിനെ കൊണ്ട് കാണിച്ചാൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണിക്കുകയോ നെറ്റിൽ അപ്ലോഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നുള്ള ഭയം കൊണ്ട് കൂടിയാണ് ഗ്രീഷ്മ ഷാരോണിനെ കൊല്ലാം എന്ന് തീരുമാനിക്കുന്നത്. കൊന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, വീഡിയോസ് ഒന്നും ലീക്കാകുകയില്ല എന്ന് ഗ്രീഷ്മ തന്നെ വിചാരിക്കുകയാണ്. അങ്ങനെ ഗ്രീഷ്മ പല വഴികളും ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തിക്ക് തോന്നുന്നത്, എന്തുകൊണ്ട് ഷാരോണിൻ്റെ കയ്യിൽ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷാരോണിൻ്റെ മൊബൈലിൽ ഉണ്ടോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം എന്ന് കരുതുന്ന ഗ്രീഷ്മ ആ ഒരു പ്രണയബന്ധം, ഇവർ തമ്മിൽ വഴക്കിലായിരുന്നു, പിന്നെയും ആ ഒരു പ്രണയബന്ധം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ആ ഒരു പ്രണയബന്ധം നിലനിൽക്കെ തന്നെ ഷാരോണിൻ്റെ മൊബൈലിൽ ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാമെന്ന് ഗ്രീഷ്മ വിചാരിക്കുന്നു. അങ്ങനെ ഇരുവരും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഗ്രീഷ്മ തന്നെ പരിഹരിക്കുകയും അതായത് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ആ ഒരു പ്രണയബന്ധം അഭിനയിക്കുകയായിരുന്നു. ആ ഒരു പ്രണയം ഷാരോണിനോട് അഭിനയിച്ചുകൊണ്ട് ആ ഒരു ബന്ധം ഗ്രീഷ്മ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾ പോകെ ഒരു മെയ് മാസമായപ്പോഴേക്കും ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ വിവാഹിതരാകുകയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ഒരു പ്രണയബന്ധം അവൾ അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കെ എന്തിന് വിവാഹം കഴിച്ചു എന്ന്. പക്ഷേ അതൊരു നിവൃത്തികേടായിരുന്നു. പുള്ളിക്കാരത്തി ആ ഒരു വിവാഹബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വളരെയേറെ പരിശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പക്ഷേ ഇവർ വിവാഹിതരായി എന്നുള്ള സത്യമാണ്. പക്ഷേങ്കിൽ ഒരു അമ്പലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുകയോ അങ്ങനെ ഒന്നുമല്ല ചെയ്തിരുന്നത്. പക്ഷേ ഇവർ ഇരുവരും തമ്മിൽ മാത്രം താലികെട്ടി സിന്ദൂരം ചാർത്തി അങ്ങനെ വിവാഹിതരാവുകയാണ് ചെയ്തത്. ആ താലികെട്ടിൽ നിന്നും ഗ്രീഷ്മ ഒഴിഞ്ഞു മാറാൻ പല വഴികളും നോക്കി. അവസാനം ഷാരോണിനോട് പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കുന്ന എൻ്റെ ആദ്യത്തെ ഭർത്താവ് 6 മാസത്തിനുള്ളിൽ മരിച്ചു പോകും, കാരണം എനിക്കൊരു ചൊവ്വാദോഷം ഉണ്ടെന്നാണ് ജ്യോത്സ്യന്മാർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഗ്രീഷ്മ ഒരു നുണക്കഥ പറയുകയുണ്ടായി. പക്ഷേ ഷാരോൺ ഗ്രീഷ്മയെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് ഷാരോൺ പറഞ്ഞു, എനിക്കതൊന്നും ഒരു വിഷയമല്ല, ഞാൻ ഈ ഒരു ജ്യോത്സ്യനെയും വിശ്വസിക്കുന്നില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ വിവാഹം കഴിക്കും എന്നുള്ള ഒരു വാശിയിലാണ് ഷാരോൺ ആ ഗ്രീഷ്മയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത്. പക്ഷേ ഇവർ താലി ചാർത്തുന്നതിന് മുമ്പേ, അതായത് മെയ് മാസത്തിലാണ് ഇവർ വിവാഹിതരാവുന്നത്. പക്ഷേ
ഫെബ്രുവരിയിൽ തന്നെ ആ ആർമിക്കാരനുമായി ഗ്രീഷ്മയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. പക്ഷേ പാവം ഷാരൂൺ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇതറിയാതെ തന്നെ അവൻ അവളെ കണ്ടിന്യൂസ് പിന്നെയും പ്രണയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ വിവാഹിതരായി. ഇവൾ സിന്ദൂരം അണിഞ്ഞ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ ഷാരൂണിന് ഡെയിലി ഫോട്ടോസ് അയക്കുമായിരുന്നു. അങ്ങനെ ഈ ബന്ധം കുറച്ച് നാളും കൂടെ മുന്നോട്ട് പോയി. പക്ഷേങ്കിൽ ഗ്രീഷ്മയ്ക്ക് അവൾ ഉദ്ദേശിച്ചതുപോലെ ഷാരൂണിൻ്റെ ഫോൺ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫോണിൽ ആ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ഉണ്ടോ, അവൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ ഉള്ളതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ദേഷ്യം കൂടിയ ആ ഗ്രീഷ്മയാണ് അവനെ ഒന്നും വേണ്ട, ഇനി ഈ ഫോട്ടോസോ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അവനെ കൊന്നേക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നത്. അങ്ങനെ ഒരു ദിവസം ഷാരൂണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് രാവിലെ ഷാരൂണിനെ വിളിക്കുന്നത് 8:30 മണിക്കാണ്. അതായത് ഒക്ടോബർ 14 ഷാരൂണിനോട് പറയുകയാണ്, നീ എൻ്റെ വീട്ടിൽ വരണം. അവർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സമയമാണല്ലോ. അന്നേരം എന്തോ റെക്കോർഡ് സംബന്ധമായ എന്തോ ഒരു സാധനം അവൻ നിനക്ക് തരാനുണ്ട് എന്നുള്ള ഒരു ഇതിൽ ഫോൺ കോളിൽ അവൾ വിളിക്കുകയാണ്. അങ്ങനെ ഷാരൂൺ അവളെ വിശ്വസിച്ച് 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഗ്രീഷ്മയുടെ വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഗ്രീഷ്മയുടെ അമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ. പക്ഷേ പുള്ളിക്കാരത്തി അവൻ ചെല്ലുന്നത് കണ്ടുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്, വീട്ടിൽ നിന്ന് മാറിപ്പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ പണ്ടെങ്ങാണ്ടോ ഇവർ സംസാരിക്കുന്ന സമയത്ത്, അതായത് പ്രണയിച്ച് നടക്കുന്ന സമയത്ത് തന്നെ ഗ്രീഷ്മ പറഞ്ഞിരുന്നു, ഷാരൂണിനോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്നുകൾ യൂസ് ചെയ്യാറില്ല. വീട്ടിലെ എല്ലാവരും തന്നെ, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് കഷായമാണ് യൂസ് ചെയ്യണത്. കഷായം മേടിച്ച് കുടിച്ച് അസുഖങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കാറില്ല എന്ന് എപ്പോഴോ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. അപ്പം ഷാരൂൺ പറഞ്ഞു, ഇത്ര കയ്പേറിയ മരുന്ന് എങ്ങനെയാണ് കഴിക്കുന്നത്, അതിലും നല്ലത് വല്ല ഇംഗ്ലീഷ് മരുന്നുകളും മേടിച്ച് കഴിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ തന്നെ വിഷം ചേർക്കുകയും ഷാരൂൺ വീട്ടിൽ ചെന്ന സമയത്താണെങ്കിൽ ഒരു കളിയാക്കുന്ന രീതിയിൽ, അതായത് പണ്ട് നീ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ കഷായം, ഇത്ര കയ്പേറിയ കഷായം നീ കുടിച്ച് കാണിക്കാമോ എന്ന രീതിയിൽ, ഒരു വെല്ലുവിളിക്കുന്ന രീതിയിൽ, ഒരു തമാശ രീതിയിലും ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലും കൂടെ ഷാരൂണിനോട് പറയുകയാണ്. അപ്പോൾ ഷാരൂൺ പറഞ്ഞു, ഈ കയ്പൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റും, ഞാൻ കഴിച്ച് കാണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവം ഷാരൂണും അതറിയാതെ, വിഷം ചേർത്ത കാര്യം അറിയാതെ ആ കഷായം കുടിക്കുകയാണ്. അപ്പം മുന്നേറെ തന്നെ ആ കഷായത്തിൽ വിഷം ചേർത്ത് വെച്ചിരുന്നു ഗ്രീഷ്മ. ഷാരൂൺ അത് കുടിച്ചപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി. ആ വീട്ടിൽ തന്നെ ഒരുപാട് ഛർദ്ദിച്ചിരുന്നു. അങ്ങനെ ആ ഛർദ്ദി തുടങ്ങിയപ്പോഴത്തേക്കിനും ഷാരൂൺ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. എന്നാൽ ഇവിടെ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാരൂണിൻ്റെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടാണ്, ഷാരൂണിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ ഒരു കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ടാണ്, ആ കൂട്ടുകാരൻ്റെ ബൈക്കിലാണ് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് വന്നത്. പക്ഷേ ഈ കാര്യം ഗ്രീഷ്മയ്ക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഷാരൂണിനെ ഗ്രീഷ്മയുടെ വീടിന് തൊട്ട് അപ്പുറത്തായിട്ട് ഡ്രോപ്പ് ചെയ്ത് ഷാരൂണിനെ തിരിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ആ ഫ്രണ്ട് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം കൂട്ടുകാരൻ നോക്കിയപ്പോൾ ഷാരൂൺ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഛർദിയാണ്. ഒരുപാട് ഛർദ്ദിച്ചാണ് വഴിനീളെ ഛർദ്ദിച്ചാണ് വണ്ടിയുടെ അടുത്ത് വരെ വരുന്നത്. അപ്പോൾ കൂട്ടുകാരൻ ഓടി വന്ന് ചോദിച്ചു, എന്താടാ പറ്റിയ, നീ എന്തിനാ ഛർദ്ദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഷാരൂൺ പറഞ്ഞു, അവളൊരു കഷായം കുടിക്കാമോ എന്ന് എന്നോട് വെറ്റ് വെച്ചു, ഞാൻ അന്നപ്പോൾ അത് കുടിച്ചു, അപ്പോൾ തൊട്ടാണ് എനിക്ക് ഛർദ്ദിക്കണേ, കുഴപ്പമില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ വണ്ടിയെ കയറി പോയി. കൂട്ടുകാരനും ഷാരൂണിനെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി. പക്ഷേ പോകുന്ന വഴിയെല്ലാം വണ്ടി നിർത്തി ഛർദ്ദിച്ച് അപശ്യനായാണ് ഷാരൂൺ പോയത്. പക്ഷേ അവർ അന്നേരപ്പോഴും ഹോസ്പിറ്റലിൽ പോയില്ല. പക്ഷേ കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഷാരൂണിനെ കൂട്ടുകാരൻ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട് കൂട്ടുകാരൻ വൈകുന്നേരം ഷാരൂണിനെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞു വരുന്നുണ്ട്, ഞാൻ ഓക്കെ ആയി വരുന്നു എന്ന് ഷാരൂൺ പറഞ്ഞു എന്നാണ് കൂട്ടുകാരൻ പറയുന്നത്. പക്ഷേ അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കെ കൂട്ടുകാരൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അറിയുന്നത്, ഒരുപാട് നാളൊന്നും പോയില്ല, വളരെ നിസ്സാരമായ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഷാരൂൺ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് കൂട്ടുകാരൻ അറിയുന്നത്. അപ്പോഴും അറിയില്ല എന്താ കാര്യമെന്നറിയില്ല, പക്ഷെ കഷായം കുടിച്ചു എന്നുള്ളത് അറിയാം, പക്ഷെ എന്താ കാര്യമെന്നറിയില്ല. അപ്പം കുറേ ദിവസം ഷാരൂൺ ആണെങ്കിൽ ICUവിൽ അഡ്മിറ്റായി. എന്നാൽ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും കഷായം കുടിച്ച വിവരം ഫ്രണ്ടിനോട് ഷാരൂൺ പറഞ്ഞിരുന്നുവല്ലോ. പക്ഷേങ്കിൽ ഷാരൂൺ ഒക്ടോബർ 25 മരിക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ICUവിൽ കിടന്നെങ്കിലും
നിമിഷങ്ങൾക്ക് നിമിഷം ഓരോ അവയവങ്ങളും ആ കഷായം കുടിച്ചിട്ട് ആ കഷായം വായിൽ നിന്നും ഇറങ്ങി ചെന്നിട്ടുള്ള എല്ലാ അവയവങ്ങളും ഏതൊക്കെ അവയവങ്ങളിൽ ചെന്നിട്ടുണ്ടോ ആ അവയവങ്ങളെല്ലാം അതായത് ആസിഡ് വീണതുപോലെ പൊള്ളി നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ അവയവങ്ങളും നശിച്ച് ആ പാവം ഷാരോൺ ഒക്ടോബർ 25 മരിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ലോക്കൽ പോലീസിൽ വീട്ടുകാർ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തെങ്കിലും അവരുടെ അന്വേഷണം എന്ന് പറയുന്നത് വളരെ എല്ലാവരും നിസ്സഹായരാക്കുന്നതല്ല, എല്ലാവരും വിഷമിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അവരുടെ അന്വേഷണം എന്ന് പറയുന്നത്. കാരണം ഒരു പേരിന് കംപ്ലൈൻറ്റ് തന്നു എന്നുള്ള ഒരു പേരിന് വീട്ടുകാരെയും കൂട്ടുകാരെയും ഗ്രീഷ്മേനെ ഉൾപ്പെടെ എല്ലാവരെയും ജസ്റ്റ് ഒന്ന് ചോദ്യം ചെയ്ത് വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ അവരുടെ അന്വേഷണം ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ വിഷമം തോന്നിയ വീട്ടുകാരാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന് അതായത് CBIക്ക് കേസ് കൈമാറാൻ ആവശ്യപ്പെടുകയും അങ്ങനെ CBI കേസ് അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗ്രീഷ്മേനെ നല്ല രീതിയിൽ തന്നെ ഗ്രീഷ്മ കഷായം കൊടുത്തിട്ടാണല്ലോ ഷാരോൺ ഛർദ്ദിക്കാൻ തുടങ്ങിയത്. ഛർദ്ദിച്ചതിനെ തുടർന്നാണ് ഷാരോൺ മരിക്കുകയും ചെയ്യുന്നത്. അതേ തുടർന്ന് ഗ്രീഷ്മയെ നല്ല രീതിയിൽ തന്നെ CBI ഓഫീസേഴ്സ് ചോദ്യം ചെയ്യുകയുണ്ടായി. തുടർന്നാണ് അവരുടെ ചോദ്യം ചെയ്യലിലാണ് ഗ്രീഷ്മ ഇങ്ങനെ ഷാരോണിന് ഒരു ബെറ്റ് വെച്ച് കഷായം കൊടുത്തിരുന്നു, ആ കഷായം കുടിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ തന്നെ ഛർദ്ദിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഷാരോണിൻ്റെ ബ്രദർ ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. ആ ആയുർവേദ ഡോക്ടറെ ഇങ്ങനെ ആയുർവേദ കഷായമാണ് കൊടുത്തത് എന്നറിഞ്ഞ് ആ ഒരു ബ്രദർ ഗ്രീഷ്മേനെ ഫോൺ കോൾ ചെയ്ത് ചോദിക്കുകയാണ്, ഏത് കഷായമാണ് നീ കൊടുത്തത്, എന്തിനു കൊടുത്തു, അത് ഏത് ഹോസ്പിറ്റലിൽ നിന്ന് മേടിച്ചു, ഏത് ഡോക്ടറാണത് തന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഗ്രീഷ്മയ്ക്ക് വ്യക്തമായ ഉത്തരവൊന്നും ഉണ്ടായില്ല. ഗ്രീഷ്മ പറഞ്ഞത്, ആ കഷായത്തിൻ്റെ പേരെനിക്കറിയില്ല, ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കഷായമാണ്, പക്ഷേ എങ്കിൽ അതിൽ ലാസ്റ്റ് സിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം അതുമാത്രമാണ് ഞാൻ ഷാരോണിന് കൊടുത്തത്, അത് കാരണം അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ അപ്പം അതിൻ്റെ അതിൽ ആ ഒരു ലേബൽ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു ഫോട്ടോ എടുത്തിടാൻ പറഞ്ഞപ്പം ഗ്രീഷ്മ പറഞ്ഞു, ആ ലേബലെല്ലാം ആ കഷായ ബോട്ടിൽ തീർന്നപ്പോൾ ആ ലേബലെല്ലാം അമ്മ ഊരിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്തു വിട്ടു എന്നുള്ളതാണ് ഗ്രീഷ്മ പറഞ്ഞത്. അപ്പോൾ അതിൽ സംശയം തോന്നി. പിന്നെ ഗ്രീഷ്മ വേറൊരു കാര്യം ചെയ്തത്, ഗൂഗിളിൽ കയറി ഏതോ ഒരു കഷായത്തിൻ്റെ ഒരു ഫോട്ടോ ആ ബ്രദറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്രദർ ചോദിച്ചു, നിനക്ക് അതിൻ്റെ പേര് പോലും അറിയില്ല എന്നല്ലേ പറഞ്ഞേ, പിന്നെ എങ്ങനെയാണ് നീ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കുന്നത്, ഗൂഗിളിൽ കയറി ഫോട്ടോ അയക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് വീണ്ടും സംശയം തോന്നി. അങ്ങനെയാണ് പോലീസ് CBI ആൾക്കാർ ഗ്രീഷ്മേനെ അറസ്റ്റ് ചെയ്യുന്നത്. ശേഷം തുടർന്ന് ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെ വന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഷാരോൺ കഴിച്ച ആ ഒരു കഷായത്തിൽ മാരകമായ എന്തോ ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പം അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ് ഗ്രീഷ്മേനെ ജയിലിലേക്ക് അയക്കുന്നതും ഈ കേസ് കൂടുതൽ ബലപ്പെടുകയും ചെയ്യുന്നത്. ഫ്രണ്ട്സ്, മുമ്പ് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. CBI ഓഫീസേഴ്സ് അല്ല, ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സാണ് ഗ്രീഷ്മേനെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് അന്നത്തെ പോലീസ് സൂപ്രണ്ടായ ശില്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗ്രീഷ്മേനെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 2023 ജനുവരി 25 വിശദമായ കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ 2024 ഒക്ടോബർ 15 മുതൽ 2025 ജനുവരി വരെയുള്ള വിചാരണയിൽ 95-ലധികം സാക്ഷികളെയായിരുന്നു വിസ്തരിച്ചിരുന്നത്. കോടതിയിൽ ഗ്രീഷ്മ ഷാരോൺ തന്നെ ലൈംഗികമായി ഒരുപാട് ഉപദ്രവിക്കുകയുണ്ടായി. പിന്നെ തൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ വെച്ച് തന്നെ ഒരുപാട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഷാരോണിനെ കൊലപ്പെടുത്തേണ്ടി വന്നത്, നിവൃത്തിയില്ലാതെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ അന്നേരപ്പോഴും കോടതി അതിനെ വിലയിരുത്തി, അതായത് ഒരു നിസ്സാരം എന്ന് പറഞ്ഞ രീതിയിൽ തള്ളിക്കളയില്ലേ. കാരണം പറഞ്ഞത്, ഇതിനൊന്നും ഷാരോൺ നിന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതിനും ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ളതിനും ഒന്നും ഒരു തെളിവില്ല എന്നും പറഞ്ഞ് അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പിന്നെ ഷാരോണിനെ മനഃപൂർവ്വം വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തുകയാണ്. അതായത് ഷാരോണിനെ കൊലപ്പെടുത്തണം എന്നുള്ളത് മുൻകൂട്ടിയുള്ള തീരുമാനമായിരുന്നു, യാദൃച്ഛിക സംഭവിച്ച കാര്യമല്ല എന്നൊക്കെ ഉള്ളത് കോടതി പറയുകയുണ്ടായി ഗ്രീഷ്മയോട്. അതായത് ഷാരോണിനെ കൊലപ്പെടുത്തണം എന്നുള്ളത് പുള്ളിക്കാരത്തി ഒരുപാട് നാളായിട്ട് ഉള്ളിൽ കൊണ്ട് നടന്ന ഒരു കാര്യമായിരുന്നു. പെട്ടെന്ന് ഒരു സെൽഫ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, അതായത് തന്നെ സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു നിവൃത്തിയില്ലാതെ ചെയ്ത കാര്യമല്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞത്.
ഈ താഴെ പറയുന്ന കാര്യങ്ങളിലൊക്കെയാണ് ഗ്രീഷ്മയുടെ മേലെ ചുമത്തിയിരുന്ന കുറ്റം എന്ന് പറയുന്നത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകം, അതായത് സെക്ഷൻ 302, സെക്ഷൻ 203 പോലീസിൻ്റെ അന്വേഷണം തടസ്സപ്പെടുത്തുക, സെക്ഷൻ 364 തട്ടിക്കൊണ്ടുപോകൽ, പിന്നെ തെളിവ് നശിപ്പിക്കൽ എന്നൊക്കെയുള്ള രീതിയിലാണ് കേസ് രേഖപ്പെടുത്തിയിരുന്നത്. ഗ്രീഷ്മയുടെ വാദം തള്ളിക്കളയാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ഫോൺ കോളിലും മെസ്സേജിലും പോലും എത്ര ഫോൺ കോൾസും ഷാരോണിൻ്റെ ഫോൺ കോൾ പരിശോധിച്ചതിലും മെസ്സേജ് പരിശോധിച്ചതിലും പോലീസിന് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അത് ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെസ്സേജോ ഒരു ഫോൺ കോളുകളോ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ എങ്ങനെ ഗ്രീഷ്മ പറയുന്നത് പോലെ ഷാരോൺ ഗ്രീഷ്മനെ ലൈംഗികമായി ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളതിനൊക്കെ എങ്ങനെ വിശ്വസിക്കും എന്നായിരുന്നു കോടതി ചോദിച്ചത്. ഷാരോൺ ഗ്രീഷ്മയോട് ഒരുപാട് വിശ്വാസം വെച്ച് പുലർത്തിയിരുന്നെങ്കിലും ഗ്രീഷ്മ ഷാരോണിനെ ചതിച്ചുകൊണ്ടാണ് ആർമി ഉദ്യോഗസ്ഥനുമായി തന്നെ വിവാഹ നിശ്ചയം വരെ നടത്തിയതെന്നും കോടതി കുറ്റപ്പെടുത്തുകയുണ്ടായി. അതായത് ഷാരോണുമായുള്ള ബന്ധം നിലനിൽക്കെ തന്നെ, അവനെ ഒഴിവാക്കിയിട്ടില്ല, നിലനിൽക്കെ തന്നെയായിരുന്നു. മെയിലാണ് അവർ വിവാഹിതരായത്. പക്ഷേ അവർ വിവാഹിതരായി എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ തെളിവ് അവർ വിവാഹിതരായ ശേഷം അപ്പോൾ തന്നെ അവർ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഗ്രീഷ്മ താലി അണിഞ്ഞുകൊണ്ടും സിന്ദൂരം വെച്ചുകൊണ്ടും തന്നെ ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് അവർ തമ്മിൽ വിവാഹിതരായി എന്നുള്ളത് പുറം ലോകം അറിയുന്നത്. പിന്നെ ഗ്രീഷ്മ തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, കുടുംബത്തിൻ്റെ സാഹചര്യം, താൻ ഒറ്റ മോളാണ് കുടുംബത്തിന്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞെങ്കിലും കോടതി അതിലൊന്നും വില വെച്ചില്ല. കാരണം ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഒരു കൺസിഡറേഷനും അനുവദിക്കില്ല, അതിൽ അർഹിക്കുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. പിന്നെ കൂട്ടുപ്രതിയായ, അതായത് ഗ്രീഷ്മ ഒറ്റയ്ക്കല്ലായിരുന്നു തെളിവ് നശിപ്പിക്കലും കാര്യങ്ങളും ഈ കുറ്റം മറച്ചു വെക്കാനും ഒക്കെ ഗ്രീഷ്മയുടെ കൂടെ ഒരു അമ്മാവനുണ്ടായിരുന്നു. ആ അമ്മാവനായ നിർമ്മലകുമാരൻ എന്ന വ്യക്തിക്കും ഈ കുറ്റം തെളിവ് നശിപ്പിക്കുക, കുറ്റം മറച്ചു വയ്ക്കുക, കൊലപാതക ശ്രമം മറച്ചു വയ്ക്കുക എന്നൊക്കെയുള്ള രീതിയിൽ സെക്ഷൻ 201 പ്രകാരം 3 വർഷത്തെ കഠിന തടവ് വിധിക്കുകയുണ്ടായി. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും ഇന്ത്യൻ ശിക്ഷാ നിയമം അർഹിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ തന്നെ വിധിക്കുകയും ചെയ്തു. അപ്പം എല്ലാവരും പറയുന്നത് വധശിക്ഷ വിധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ എന്താണ് ഇതുമായിട്ട് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വധശിക്ഷയായിരുന്നോ, അല്ലെങ്കിൽ ചിലർ പറയുന്നു ജീവപര്യന്തം കഠിന തടവ് നൽകണമായിരുന്നു, മരണം വരെ കഠിന തടവ് നൽകണമായിരുന്നു എന്നൊക്കെയാണ് കുറേ പേര് പറയുന്നത്. വധശിക്ഷ എന്ന് പറയുന്നത് കുറഞ്ഞൊരു ശിക്ഷയായി പോയി, അവളുടെ ജീവിതം പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുന്നു. അതായത് മരിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുന്നില്ലല്ലോ, പക്ഷേ മരണം വരെ ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലം മുഴുവൻ ജയിലിൽ തന്നെ തീർത്ത് അങ്ങനെ ഓരോ ദിവസവും ഷാരോണിനെ എന്തിനു കൊന്നു എന്നുള്ളത് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് അനുഭവിക്കണമായിരുന്നു എന്നൊക്കെയാണ് കുറേ പേര് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻ്റായി പറയണം. അപ്പം ഇതുപോലെ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ഷാരിക.